കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ ആദ്യ എപ്പിസോഡ് മുതൽ ഇതുവരെയും കണ്ടുവരുന്ന പ്രേക്ഷകർക്കറിയാം, ഇത് കേരള ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ കണ്ടെത്താനായുള്ള ഒരു യാത്രയാണ്. ഇതിൽ മലയാള സിനിമയുടെ 40ഓളം ഏറ്റവും മികച്ച നടന്മാരെ കുറിച്ച് ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ സംസാരിച്ചു, ഓരോരോ എപ്പിസോഡായി. ഒടുവിൽ ഈ 40 പേരെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന കേരള ജനത വോട്ട് ചെയ്ത് തീരുമാനിച്ചു ആരൊക്കെയാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ അർഹരായിട്ടുള്ള 8 നടന്മാർ. അങ്ങനെ ഇതാ കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടർ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മോസ്റ്റ് ഫേവറേറ്റ് 8 ആക്ടേഴ്സുമായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആ 8 എപ്പിസോഡ്സിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടറിൽ നമ്മളെല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതായ ആദ്യ താരം ശ്രീ മമ്മൂട്ടി. മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് ചില അതിഥികൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റു ചിലരും എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മുടെ കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടറിലെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള പെർമനന്റ് പാനൽ സിബി മലയിൽ സാറും ഭാഗ്യ ചേച്ചിയും, മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകർ ഒരാളായ സിബി മലയിൽ സാറും മലയാളത്തിന്റെ ഒട്ടുമിക്ക നടിമാർക്കും ശബ്ദം നൽകിയിട്ടുള്ള ഭാഗ്യ ചേച്ചി നമ്മളോടൊപ്പം ഇന്നുമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇനി ഇവരോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലുള്ളത് മലയാളത്തിൽ ഒരുപടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച് ദി ഇന്റലക്ച്വൽ ഡയറക്ടർ ഓഫ് ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് വളരെ റൈറ്റ്ലി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന ഒരു സംവിധായകനാണ്. മറ്റാരുമല്ല, ശ്രീ ശ്യാമപ്രസാദ് സർ. ശ്യാമപ്രസാദ് സാറിനെയും കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്തു സർ. നമുക്ക് ഇനി നമ്മളോടൊപ്പം ഉള്ളത് ബാബു ഗോപാലകൃഷ്ണൻ സാറാണ്. സാർ ദില്ലിയിൽ പത്രപ്രവർത്തകനായിരുന്നു. ഇപ്പോഴിതാ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായിരുന്നു. എന്തുകൊണ്ടും കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടറിലും ഈ നടന്മാരെ കുറിച്ച് സംസാരിക്കാനും അർഹനായ ഒരു അതിഥിയാണ്. നമസ്കാരം ബാബു സർ, വെൽക്കം ടു കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടർ. ഇനി നമ്മളോടൊപ്പം ഉള്ളത് ഇവരൊരു വശത്തുണ്ട്, ഇനിയൊരു വശത്ത് എന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവർ നമ്മൾ ചിലരാണ്. അതായത് ദി റെപ്രസെന്റ് ദി കേരള's മലയാളം മൂവി വ്യൂവേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഓഡിയൻസിൽ ചിലരാണെന്ന് പറയാം, യങ്സ്റ്റേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന നടന്മാരുടെ ഫാൻസ്, വെൽവിഷേഴ്സ്, അല്ലെങ്കിൽ ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക എന്നും പറയാം. ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ടുഡേയ്സ് എപ്പിസോഡ് ആൻഡ് കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടർ. ഇവരിൽ നിന്നും ഒരു സാധാരണക്കാരന്റെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കിട്ടാൻ പറ്റും എന്നൊരു പ്രതീക്ഷയോടെയാണ് ഇവരെല്ലാവരും ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ എന്തായാലും കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ ഈ സെക്കൻഡ് സെഗ്മെന്റ് നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം ശ്യാമപ്രസാദ് സാറിനോട് തന്നെ എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം മമ്മൂട്ടി എന്ന നടനെ, അദ്ദേഹത്തിന്റെ കഴിവിനെ മനസ്സിലാക്കി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ് താങ്കൾ. ഒരേ കടൽ എന്ന ചിത്രം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു നടൻ കേരള's ഫേവറേറ്റ് ഫിലിം ആക്ടറിൽ ഈ ഒരു സെക്കൻഡ് സെഗ്മെന്റിൽ വന്നിരിക്കുക? അതൊരു സംശയം ഉണ്ടായിരുന്ന കാര്യമല്ല. തീർച്ചയായും ഇദ്ദേഹം സെക്കൻഡ് സെഗ്മെന്റ് അല്ല, നല്ലൊരു കണ്ടന്റർ ആണെന്നുള്ളത് വളരെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്, എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പം എങ്ങനെയാണ് ഈ ഒരു നടനെ ആസ് എ ഡയറക്ടർ, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന രീതിയിൽ വിലയിരുത്തുന്നത്? ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമാവുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, പല ക്വാളിറ്റികൾ. ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു കരിസ്മ എന്നുള്ളതാണ്, ആകർഷണീയത്വം. അത് ഏറെ വർഷങ്ങൾ നീണ്ടു നിന്നാലും ആ ആകർഷണീയത്വത്തിന് ഒട്ടും പോകാത്ത ആ ഒരു പ്രഭാവം. That is one important thing. Okay. Number 2, of course, is talent. ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ തൻ്റെ സിദ്ധി കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ആ കലാകാരൻ്റെ കഴിവ്. ഈ അർത്ഥത്തിലും ശ്രീ മമ്മൂട്ടി ഏറ്റവും മുന്നിൽ തന്നെയാണ്, പല പല കഥാപാത്രങ്ങളിലൂടെ. മൂന്നാമത്തെ ഫാക്ടർ, ദ റേഞ്ച്. ഏതുതരം കഥാപാത്രത്തിലേക്കും സ്വന്തം പെർസോണയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള കഴിവ്. നമ്പർ 4, പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, പ്രൊഫഷണൽ കോണ്ടക്ട് എന്ന് പറയുന്ന കാര്യം. സിനിമ ഒരു ടീം വർക്കാണ്, ഒരു ടീം പ്ലെയർ ആയിരിക്കണം പ്രധാനമായും നടൻ. അപ്പോൾ സിനിമയുടെ ഒരു പ്രവർത്തനം എന്നുള്ളത് വളരെ റിഗറസ് ആണ്. എത്രയോ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന, ദിവസവും സൂര്യൻ ഉദിക്കുന്ന മുതൽ അർദ്ധരാത്രി വരെ പോകുന്ന വളരെ റിഗറസ് ആയിട്ടുള്ള, ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ്. അതിൻ്റെ കൂടെ നിൽക്കാവുന്ന ഒരു പ്രൊഫഷണൽ ഡിസിപ്ലിൻ. ആ കാര്യത്തിലും തീർച്ചയായും ശ്രീ മമ്മൂട്ടി വളരെ മുന്നിൽ തന്നെയാണ്. So versatility,
കരിസ്മ, പിന്നെ റേഞ്ച്, എൻഡ്യൂറൻസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്തു. ഇനിയും ലിസ്റ്റ് നീളുന്നു. പക്ഷെ അതിനു മുൻപായി ബാബു സാറിന്റെ അടുത്തേക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. സാർ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്, ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാൻ ആയിരുന്നു. അപ്പം ആ ഒരു സിനിമയ്ക്കുള്ളിൽ നിന്നല്ലാതെ പുറത്തു നിന്നും വീക്ഷിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്, മമ്മൂട്ടി എന്ന നടനെ ഈ ഒരു കേരള ജനത ഇത്രയും വർഷങ്ങളായി സ്വീകരിക്കുന്നതിന്റെ ഒരു സീക്രട്ട് എന്താണെന്നാണ് തോന്നുന്നത് ബാബു സാറിന്? എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കേരളം മൊത്തം രണ്ട് ക്യാമ്പായിട്ട് മാറിയ ഒരു അവസ്ഥയാണ്. കുറെ മമ്മൂട്ടി, കുറെ മോഹൻലാൽ. വെരി ട്രൂ. ഇത് അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായി വന്നതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കുറെയൊക്കെ നേർച്ചർ ചെയ്യുന്നതാണ്, കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല മമ്മൂട്ടിക്ക് ടാലന്റ് ഇല്ലെന്നോ. ഇപ്പം പറഞ്ഞാല് ടാലന്റ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റില്ല. പോയിന്റ് ഇസ് നോട്ടഡ്. സിബി സാറും ഭാഗ്യശ്രീ നമ്മളോടൊപ്പം കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിൽ ഉടനീളം ഉണ്ടായിരുന്ന രണ്ട് പേരാണ്. മമ്മൂക്കയെ കുറിച്ചുള്ളതിന് മുമ്പുള്ള എല്ലാ എപ്പിസോഡിലും ഇവരുണ്ടായിരുന്നു. ഇന്ന് വേറെ ആംഗിളിലുള്ളൊരു ഡിസ്കഷനാണ് നിങ്ങൾ രണ്ടുപേരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതായത് ഏതൊരു ആക്ടറിനും ഒരു പീക്ക് ഉണ്ട്, അതായത് ഒരു ലൈഫ് ഉണ്ട്, കരിയർ ലൈഫ് ഉണ്ട്. അപ്പം ഇറ്റ് ഇസ് ടൈം, ലൈക്ക് ഒരു പീക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ സ്വന്തമായി ഒന്ന് റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഉള്ള സമയം കഴിഞ്ഞു, ഇനി നിന്നാൽ മറ്റു പുതിയ ആളുകൾക്കുള്ള സ്പേസ് പോകും, ഇനി ഐ ഹാവ് ഹാഡ് ഇനഫ് എന്ന് പറഞ്ഞ് റിട്ടയർ ആവേണ്ട ഒരു ന്യായമുണ്ട്. പക്ഷെ മമ്മൂട്ടി എന്ന നടൻ, അതോടൊപ്പം തന്നെ മറ്റു നടന്മാരും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്നും അങ്ങനെ തന്നെ മാറാത്ത പൊസിഷനിൽ നിൽക്കുന്നു. സിബി സാറിന് തോന്നുന്നില്ലേ സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് ഈ നടൻ മറ്റു നടന്മാരെ പോലെ തന്നെ, പക്ഷെ അവരുടെ എപ്പിസോഡ് വരുമ്പോൾ അവരെ കുറിച്ച് സംസാരിക്കാം, മമ്മൂട്ടി സാർ സ്വന്തമായി ചിന്തിച്ചൊന്ന് റിട്ടയർ ആവേണ്ട സമയമായി, ലിസൺ ടു ടൈം ഹി റിട്ടയർഡ് ഫ്രം ദി ഇൻഡസ്ട്രി എന്ന് തോന്നുന്നുണ്ടോ സിബി സാറിന്? ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് എന്ന വാക്കിന് പ്രസക്തിയില്ല. കാരണം ഇത് മറ്റ് പ്രൊഫഷൻസ് പോലെ അല്ല. ഇത് 55 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യുക, വീട്ടിലിരിക്കുക എന്ന് പറയുന്ന പോലെ അല്ല. ഇത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫിസിക്കലിയും മെന്റലിയും അയാളുടെ സാധ്യതകൾ, അല്ലെങ്കിൽ അയാളുടെ കഴിവുകൾ, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫിസിക്കലിയും മെന്റലിയുമായിട്ട് അയാൾ ഏബിൾ ആയിരിക്കുന്നിടത്തോളം കാലം അയാൾക്ക് അഭിനയം എന്ന പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാം. അത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പ്രായത്തിനൊത്ത വേഷങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ തന്നെക്കാളും മുതിർന്ന കഥാപാത്രങ്ങളെ, ഇപ്പോൾ അമരത്തിലെ അച്ചൂട്ടി എന്ന കഥാപാത്രമാണെങ്കിലും പൊന്നന്മാടയിലെ കഥാപാത്രം, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ മമ്മൂട്ടി പ്രായത്തിനേക്കാൾ മുകളിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നേ ഇന്നും മമ്മൂട്ടി ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം മമ്മൂട്ടിയുടെ മുൻകാല ചിത്രങ്ങൾ, ചില സിനിമകളൊക്കെ നമ്മൾ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ, ഇപ്പോൾ CBI ഡയറിക്കുറിപ്പ് പോലെയുള്ള സിനിമകൾ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓഗസ്റ്റ് 1 ഞാനാണ് ചെയ്തത്. ആ സമയത്തുണ്ടായിരുന്ന മമ്മൂട്ടിയുടെ അതേ അപ്പിയറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ആ ഫസ്റ്റ് പാർട്ട് ചെയ്ത ഡയറക്ടർ എന്ന നിലയിൽ തന്നെ ഇന്ന് ആ മമ്മൂട്ടിയെ കാണുമ്പോൾ അതേ ഫിസിക്കലി അതേ അപ്പിയറൻസിൽ മമ്മൂട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ നടൻ തൻ്റെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിൽ പോലും അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും ഒരുപാട് ഒരുപക്ഷെ ആ ഒരു അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മളുടെ ആംഗികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ആ ഒരു അപ്പിയറൻസ് വരെയും ശ്രദ്ധയോടെ കൊണ്ടു നടക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി അർപ്പണബോധത്തോടെ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു റിട്ടയർമെന്റ് എന്ന വാക്ക് അവിടെ പ്രസക്തമല്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഭാഗ്യചേച്ചി ഈ പറഞ്ഞ പോലെ ശ്യാംപ്രസാദ് സാറും സിബി സാറും സൂചിപ്പിച്ച ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ബാബു സാർ പറഞ്ഞതുപോലെയുള്ള ഒരു പ്ലാൻഡ് ആയ ഒരു നീക്കം ഇല്ലായിരുന്നെങ്കിൽ ഈ നടന്റെ ലൈഫ് ഇത്രയും നീളുമായിരുന്നോ? ഇല്ല, അതൊരു ഭാഗം മാത്രമാണ്. ഫാൻസ് എന്നൊക്കെ പറയുന്നത് അത് കുറേയൊക്കെ ഈ വിഷ്വൽ മീഡിയ, ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നതുകൊണ്ട് അത് അത്രമാത്രം കൂടിപ്പോയെന്നേ ഉള്ളൂ. അത് അല്ലാത്ത പക്ഷം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വന്ന നല്ല നല്ല നടന്മാർ എല്ലാവരും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് തന്നെ, അങ്ങനെ വെറുതെ ഒരു ആക്ടറെ ജനം സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് ജനങ്ങൾക്ക് വിശ്വാസം വന്നിട്ട് തന്നെയാണ് അവര് ഈ പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. പിന്നെ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഫിസിക്കലി ആണെങ്കിലും ക്യാരക്ടർ സെലക്ഷൻ ആണെങ്കിലും, ഇപ്പം രാജമാണിക്യം ചെയ്ത വ്യക്തിയാണോ ഒരേ കടൽ ചെയ്തതെന്ന് നമുക്ക് അതിശയം, ഒരേ കടൽ ചെയ്ത വ്യക്തിയാണോ പിന്നെ
പാലേരി മാണിക്യം ചെയ്ത് അത് അദ്ദേഹം തന്നെയാണോ പ്രാഞ്ചിയേട്ടൻ ചെയ്ത് ഇങ്ങനെ അതിശയിപ്പിക്കുന്ന റേഞ്ച് എന്നൊരു അതെ, അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ ഓക്കെ ഫൈൻ ഡെഫിനറ്റ്ലി. ഇനി നമുക്ക് തീരുമാനം പറയുന്നത് എപ്പോഴും ഇവരിങ്ങനെ പോയിന്റ്സ് പറയുമെങ്കിലും ഇവർ അടങ്ങുന്ന ജനതയാണ് വോട്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ തീരുമാനത്തിനും ഇവരുടെ അഭിപ്രായങ്ങൾക്കും അത്രയേറെ പ്രസക്തി ഉണ്ട് അല്ലെ. സോ നൗ മൂവിംഗ് ഓൺ ടു ദി വെൽ വിഷേഴ്സ് ഓഫ് ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഓക്കെ, ഒരു ഇന്ത്യൻ ആക്ടർ എന്ന് പറയാൻ പറ്റില്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ വെൽ വിഷേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരിൽ നിന്നും ചിലരുടെ അഭിപ്രായം. ടെൽ മീ, എന്താ പേര്? ഞാൻ പ്രിയ. പ്രിയ, ഓക്കെ. പ്രിയയുടെ അഭിപ്രായം എന്താണ്? മമ്മൂട്ടി എന്ന നടന്റെ ഈ വളർച്ചയിൽ കഴിവിന്റെ ശതമാനവും ഫാൻസിന്റെ കോൺട്രിബ്യൂഷന്റെ ശതമാനം ഒക്കെ എത്രയായിട്ട് റേറ്റ് ചെയ്യുന്നു? മമ്മൂട്ടി എന്ന് പറയുമ്പം മെയിനായിട്ട് നമ്മൾ ഗ്ലാമറാ മെയിൻ മമ്മൂട്ടിന്റെ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. പോയിന്റ് നോട്ടഡ്. ഫസ്റ്റ് ഫാക്ടർ ഗ്ലാമർ. ഓക്കെ. പിന്നെ മമ്മൂട്ടിക്ക് മറ്റു സാർ പറഞ്ഞ പോലെ കുറെ റേഞ്ചിൽ അഭിനയിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഫാമിലി ഓറിയന്റഡ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും, വാത്സല്യം അങ്ങനെ കുറെ. പിന്നെ സീരിയസ് ആയിട്ടുള്ള റോൾ, ട്രെയിൻ, പിന്നെ അങ്ങനത്തെ കുറെ റോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ റേഞ്ചും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പം അവർ ചെയ്യുന്ന റോളിനെയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. പിന്നെ പറയുകയാണെങ്കിൽ അതുപോലെ ഓക്കെ ഫൈൻ. അപ്പം മമ്മൂട്ടി എന്ന നടന്റെ കഴിവിനെയാണ് ഈ പെർട്ടിക്കുലർ ഫാൻ ഏറ്റവും കൂടുതൽ ചെയ്തത്. പിന്നെ ഫസ്റ്റ് ഫാക്ടർ ഗ്ലാമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലരും ഇരിക്കുന്നുണ്ട് അഭിപ്രായം പറയാനായിട്ട്. നോട്ട് വെരി കീൻ ഓൺ മമ്മൂട്ടി ബട്ട് അതർ ആക്ടേഴ്സ്, അങ്ങനെയുള്ള ചിലരും നമ്മോടൊപ്പം ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോവാം. അപ്പൊ വേഴ്സറ്റാലിറ്റി, കെറിസ്മ, റേഞ്ച്, ഇതുപോലെയുള്ള ഇത്രയും ഫാക്ടേഴ്സ് മമ്മൂട്ടി എന്ന നടന് മാത്രം സ്വന്തമാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മറ്റു നടന്മാർ ഒരു കോമ്പറ്റീഷൻ ആവാൻ പോലും പാടില്ല അല്ലെ ഈ ഒരു നടന്. ഇഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് വർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് ആക്ടർ, മമ്മൂട്ടി എന്ന നടന് മാത്രമുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു ഇതെന്നുണ്ടെങ്കിൽ മറ്റു കണ്ടന്റേഴ്സ് ആരും പാടില്ലല്ലോ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ പേര്? എന്റെ പേര് ഗോകുൽ. ഗോകുലിന്റെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്? വേഴ്സാലിറ്റി, കരിസ്മ, പിന്നെന്തായിരുന്നു റേഞ്ച്, ഇതും മൂന്നും ഒരാൾക്കുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അത് ഒരു പക്ഷേ ഈ ഒരു നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം അദ്ദേഹത്തിൽ വേണ്ടുവോളം ഉള്ളത് തന്നെയാണ്. മമ്മൂട്ടി എന്ന നടന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്കറിയാം അത് എന്നും തിരിച്ചു വരവുകളുടെ ചരിത്രമാണ്. പലതവണ പുറത്തായി വീണ്ടും തിരിച്ചു വന്ന് അതിശക്തമായി തന്നെ തിരിച്ചു വന്ന് വീണ്ടും കുറഞ്ഞു വീണ്ടും ഹിറ്റ്ലർ എന്ന ആദ്യത്തെ തിരിച്ചുവരവ് എനിക്ക് തോന്നുന്നു ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ, പിന്നീട് ഹിറ്റ്ലറിൽ, കിങ്ങിന് ശേഷം ഹിറ്റ്ലറിൽ, അതിനുശേഷം ക്രോണിക് ബാച്ചിലറിൽ, ഇങ്ങനെ തിരിച്ചുവരവുകളുടെ ചരിത്രമാണ്. ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും. പക്ഷെ ഒരിക്കലും അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ നിന്ന് പുറത്തായി എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഏതാണ്ട് കുറയുന്നു, വീണ്ടും കയറി വരുന്നു. അത് തീർച്ചയായും ഹോംവർക്കുകളുടെ ഗുണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ തിരിച്ചുവരവുകളെന്ന് ഞാൻ പറയാം. ഓക്കെ ഫൈൻ. ഈ പോയിന്റിനെ കുറിച്ച് വുഡ് യു ലൈക്ക് ടു റെസ്പോണ്ട് ടു ദാറ്റ്? കാര്യം ഈ പറഞ്ഞതുപോലെ തിരിച്ചുവരവുകൾ എന്ന് പറയുന്നത് ശക്തമായ കംബാക്സ് ആണെങ്കിലും പുറത്ത് പോകേണ്ടി വരുന്നതുകൊണ്ടാണ് തിരിച്ചു പോകേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരു കരിയർ ആണോ മമ്മൂട്ടി എന്ന് നടന്നത്? മമ്മൂട്ടിക്ക് അങ്ങനെ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മമ്മൂട്ടി പൂർണ്ണമായും കഴിവില്ല എന്നുള്ളൊരു നടനാണ് എന്ന് ഞാൻ പറയാം. കഴിവില്ല എന്നുള്ളൊരു നടനാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. കഴിവുണ്ട് തീർച്ചയായിട്ടും. ഇത്രയും കാലം ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതിന് തന്നെ ഒരു കഴിവ് വേണം. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പലതിലും ഇംപ്രവൈസേഷൻ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അത് ഒത്തിരി കുറയുന്നുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അതായത് ക്യാരക്ടറിനെ നോട്ടബിൾ ആക്കാൻ, ക്യാരക്ടറിന്റെ പ്രസൻസ് ഒരു സീനിൽ നോട്ടബിൾ ആക്കാനുള്ള പ്രത്യേകിച്ച് കാര്യങ്ങൾ മമ്മൂട്ടി ചെയ്യുന്നുണ്ടോ എന്നാണ് സുജിത്തിന്റെ സംശയം. റൈറ്റ്? ഓക്കെ ഫൈൻ. എനിബഡി എൽസ് വുഡ് ലൈക്ക് ടു റെസ്പോണ്ട്? എന്റെ പേര് സജീവത്താണ്. സജീവ് പറയൂ. ഒരു നടന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനായിരിക്കില്ല ആരും തിയേറ്ററിലോട്ട് പോകുന്നത്, ആ കഥാപാത്രമായി മാറുന്നു എന്നാണ് നോക്കുന്നത്. ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ പല രംഗത്തും കോമഡി കാണിക്കുന്നതിലും ഡാൻസ് കാണിക്കുന്നതിലും പലതിലും മമ്മൂക്കയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തോട്ട് മമ്മൂക്കയ്ക്ക് എത്തിച്ചേരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ കം ബാക്ക് ടു യു. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം, ശ്യാമപ്രസാദ് സർ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ നടന്റെ ഫ്ലെക്സിബിലിറ്റിയെ ചെറുതായി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരില്ലേ? കാരണം ഈ പറഞ്ഞ പോലെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഡാൻസിംഗിലും. അത് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഡാൻസ് രീതിയിലാണെങ്കിലും കോമഡി ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ അല്ലെ ചിലപ്പോ ഒക്കെ നമുക്ക് തോന്നാറുണ്ട് അത്രയും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് തോന്നാറില്ല. ഒരു ഫിലിം ആക്ടർ ഒരു സംവിധായകന്റെയും സ്ക്രിപ്റ്റിന്റെയും മേഴ്സിയിലാണ്. ഓക്കെ, എത്ര പ്രതിഭാശാലിയായ നടനാണെങ്കിലും ഒരു സ്ക്രിപ്റ്റിന്റെ പരിമിതികൾക്കും സംവിധായകന്റെ നിർദ്ദേശങ്ങൾക്കും ചേർന്ന് മാത്രമേ ഒരു ആക്ടർക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ആക്ടറെ പ്രേക്ഷകൻ കാണുന്നത് സംവിധായകൻ നിശ്ചയിക്കുന്ന ഫ്രെയിമുകളിലൂടെയാണ്.
ഓക്കെ, മമ്മൂട്ടി ഫാൻസ് 2-3 പേര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഐ ടുക്ക് യുവർ ഒപ്പീനിയൻ. വാട്ട് അബൌട്ട് യു? ടെൽ മീ യുവർ നെയിം. നവ്യ. നവ്യ. ഓക്കെ, നവ്യ, ഇപ്പൊ ഇത് വളരെ സ്ട്രോങ് ആയ ഒരു പോയിന്റ് ആണ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പല ചിത്രങ്ങളിലും മമ്മൂട്ടി സർ അവതരിപ്പിച്ചിട്ടുള്ള ഡാൻസ് സ്റ്റെപ്സിനെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. ഇത്രയധികം ലിമിറ്റേഷൻസ് ഉള്ള ഒരു നടനും കൂടിയല്ലേ മമ്മൂട്ടി? ലിമിറ്റേഷൻസ്, see as a human we all have a limitation. Okay. എല്ലാ ഇതും ഇപ്പം ഒരു ആക്ടറിന് എല്ലാ രീതിയിലും എല്ലാ ആംഗിളിൽ കൂടെയും പെർഫെക്റ്റ് ആവണം എന്ന് ഇല്ല. പക്ഷെ he can take up comedy characters. I think പ്രാഞ്ചിയേട്ടനൊക്കെ it's such a big hit. നല്ല രീതിയിൽ രാജമാണിക്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത. എന്താ പേര് പറയും? അപർണ. ഓക്കെ, അപർണയും മമ്മൂട്ടി ഫാൻ തന്നെയല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിറ്റിസിസത്തിനോട് എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് മമ്മൂട്ടിനെ? അതേപോലെ തന്നെയാണ് എല്ലാ ആക്ടറിനും അവരുടേതായ ലിമിറ്റേഷൻസ് കാണും. പക്ഷെ അതെല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ട് ഹീസ് ടേക്കിംഗ് ഹിസ് ഓൺ സ്റ്റെപ്സ്. സിബി സാർ, നമ്മൾ മമ്മൂട്ടി സാറിനെ കുറിച്ച് കഴിഞ്ഞ ഘട്ടത്തിൽ സംസാരിച്ച എപ്പിസോഡിൽ പറയുണ്ടായി. ആദ്യം സിബി സാർ മനസ്സിൽ മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നത് 4 ദിവസത്തിന് ശേഷം തിരിച്ച് വന്നിട്ട് MT സാറിന്റെ സ്ക്രിപ്റ്റ് സിബി സാറിനെ പറഞ്ഞ് കേൾപ്പിക്കുന്ന ആ ലോഡ്ജ് മുറിയിലുള്ള ആ ഒരു സീനാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പം ആ ഒരു പാഷൻ ടുവേർഡ്സ് ദി പ്രൊഫഷൻ ആണോ കൂടുതലും ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അതായത് നാച്ചുറലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മമ്മൂട്ടി സാറിനെ പോലെ ഇത്രയും ശ്രദ്ധിക്കുകയും പാഷനറ്റുമായ ഒരു ആക്ടർ വേറെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? മറ്റ് നടന്മാരൊന്നും രൂപത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ. അപ്പം സീക്രട്ടീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണോ നമ്മൾ കൂടുതലും വാല്യൂ ചെയ്യുന്നത് റാദർ ദാൻ ഹിസ് ടാലന്റ് ആസ് എൻ ആക്ടർ? അല്ല, ഓഡിയൻസ് എപ്പോഴും മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണുന്ന മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ സ്ക്രീനിലെ പെർഫോമൻസും വെച്ചിട്ടായിരിക്കും അവർ ഇഷ്ടപ്പെടുക. ഓക്കെ, ചിലർ അതിന്റെ സൗന്ദര്യമായിരിക്കാം, ചിലർ ആക്ടിങ് കേപ്പബിലിറ്റി ആയിരിക്കാം. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ കരിയർ ആദ്യം തൊട്ട് തന്നെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് തന്നെയാണ്. മമ്മൂട്ടി അത് ശരിക്കും പ്ലാൻഡ് ആണ് മമ്മൂട്ടി കരിയർ കൊണ്ടുവന്നത്. കാരണം മമ്മൂട്ടിയുടെ അംബിഷൻ ആയിരുന്നു സിനിമ നടൻ ആകുക എന്നുള്ളത്. അപ്പോൾ ദ വെരി ഡേ 1 തൊട്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഉണ്ട്. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇന്നത്തെ നേരത്തെ ശ്യാം പറഞ്ഞ പോലെ ഈ പുതിയ ജനറേഷനിലെ ടെക്നീഷ്യൻസിന്റെ ഒപ്പവും നിൽക്കാൻ മമ്മൂട്ടി തയ്യാറാണ്. അവരുടെ മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന സിനിമയ്ക്കൊപ്പം മമ്മൂട്ടി സഞ്ചരിക്കുന്നുണ്ട്. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഏരിയയിൽ വരെ മമ്മൂട്ടി അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു. മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഇടയിൽ കുറച്ചൊരു വെയിറ്റ് ഇടുന്ന ഒരു ആള് എന്നുള്ള ഒരു ധാരണ പൊതുവെ കേരള ജനതയ്ക്കിടയിലുണ്ട്. അത് പ്രോബബ്ലി അദ്ദേഹത്തിന്റെ ഗ്ലാമർ കൊണ്ടാവാം. പൊതുവെ ഗ്ലാമർ ഉള്ളവർക്ക് കുറച്ച് ജാട ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്ക് മലയാളികൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ലേറ്റസ്റ്റ് ടെക്നോളജിയോടുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് സെറ്റിലൊക്കെ വരുന്നു, അപ്പൊ ഡ്രൈവിങ്ങിനോടുള്ള ഒരു പാഷൻ, അപ്പൊ ഇതെല്ലാം കൊണ്ട് വളരെ ട്രെൻഡി ആവുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ജാടയുണ്ട് എന്നുള്ള ഒരു തോന്നൽ കേരള ജനങ്ങൾക്ക് വന്നിട്ടില്ലേ? ദിസ് ഇസ് ക്വസ്റ്റ്യൻ ടു ദി മമ്മൂട്ടി ഫാൻസ് ഇറ്റ് സെൽഫ്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കും തോന്നിയിട്ടില്ല? അതായത് മറ്റു നടന്മാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് സ്വന്തമായി പിക്ചറൈസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ? But others are also actors. വേറെ actors ഇല്ലേ? I think ഇപ്പം മമ്മൂട്ടി ആണെങ്കിൽ യങ്സ്റ്റർ ആ ഒരു ആ സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യാൻ ഹി ഹാസ് ടു ഡു സംതിങ്, റൈറ്റ്? മീൻസ് എല്ലാവരിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട്. Okay, fine, I get it. Tell me your name. പേര് പറ. Evan. Okay, can you respond to that? ഇപ്പം മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് വളരെ കോമൺ ആയി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടി കുറച്ചൊരു സ്വന്തമായി മുകളിൽ കാണിക്കുന്ന ഒരു ആളാണ്. വേറെയും സൂപ്പർ സ്റ്റാറുകളുണ്ടല്ലോ, മമ്മൂട്ടി മാത്രമല്ല വേറെയും സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ. ഓക്കെ, പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു ലേബൽ വന്നിട്ടില്ല. ഇത് മമ്മൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ്, അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പം പറയ് സുജിത്ത്, ടെൽ മീ. ഇപ്പോൾ ഈ പഴയതായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരമുള്ള ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു നടനാവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നല്ലൊരു നടന് ഒരിക്കലും അഹങ്കാരി ആവാൻ സാധിക്കില്ല. അപ്പൊ അതിവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഇപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ദ്രോഹം അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ കാറിൽ വന്നോട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ആ പോയിന്റ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ.
എന്തായാലും കേരളസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിലെ ഇന്നത്തെ എപ്പിസോഡിൽ മമ്മൂട്ടി എന്ന നടനെ കുറിച്ചുള്ള ഒരു 360 ഇവാലുവേഷൻ ആയിരുന്നു. എല്ലാ സൈഡിൽ നിന്നും മമ്മൂട്ടി എന്ന നടനെ കുറിച്ചുള്ള പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, ക്രിറ്റിസിസംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ നടന്മാർക്കും, നോട്ടബിളായ എല്ലാ നടന്മാർക്കും നെഗറ്റീവ്സും ക്രിറ്റിസിസംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുപോലെ ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടി. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഹീസ് ഡെഫിനറ്റ്ലി എ ലെജൻഡറി ആക്ടർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അതിൽ ദെർസ് നോ ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പൊ എന്തായാലും ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം, നമ്മുടെ ഗസ്റ്റ് പറഞ്ഞ പോയിന്റ്സും നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞ പോയിന്റ്സും ഒക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, യു ഹാവ് ടു വോട്ട്. ഓക്കെ, ഇത്രയധികം കഴിവുകളുണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. ബട്ട് ഇസ് ഹി കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടർ? ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വോട്ട് ചെയ്തോളൂ. മമ്മൂട്ടി എന്ന നടന് വേണ്ടി വോട്ട് ചെയ്യുക. 8 നടന്മാരെയാണ് നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരാളായിരിക്കും കേരള ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം. മമ്മൂട്ടിയാണെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു വെരി മച്ച് ഗെസ്റ്റ് ഫോർ ജോയിനിങ് us. Bhakti ji, Sibi sir, Shamaprasad sir and Babu sir. Thank you very much. And of course all of you, thank you very much for being with us. Okay.